നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനും നന്ദനും മാറി മാറി പറഞ്ഞതാ ഇന്ന് ഓഫീസിലേക്ക് പോകണ്ടെന്ന്. ഇന്നും നാളെയും അവിടുന്ന് കിട്ടുന്ന ലാഭം എനിക്ക് വേണ്ട. അങ്ങനെ പണത്തിനോട് ആർത്തിയുള്ളവരല്ല ഞാനും ഇവിടെയുള്ളവരും. സ്വന്തം പെങ്ങളുടെ വിവാഹത്തെക്കാൾ അവന് വലുത് ഓഫീസാ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. കളിച്ച് കളിച്ച് മറ്റുള്ളവരുടെ സമാധാനം കളയുന്ന രീതിയിലേക്കായി കാര്യങ്ങൾ. നീ എനിക്ക് തന്ന വാക്ക് പോലെ ഈ വിവാഹം എതിർക്കാൻ പോകുന്ന എല്ലാവരെയും പല പല സ്ഥലത്തായി നീ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നാളെ സ്വസ്ഥമായിട്ട് എനിക്ക് സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടാം. പക്ഷേ ശിങ്കിടികളെ മാത്രമേ നമ്മൾ ഒതുക്കിയിട്ടുള്ളൂ. നേതാവ് ഇപ്പോഴും ഒരു പോറൽ പോലും പറ്റാതെ ഈ വീടിനകത്തുണ്ട്. അതിന് എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം? അതിനായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. സച്ചിയെ കാണാനില്ലെന്ന വാർത്ത കാട്ടുതീ പോലെ പടരുന്നതോടെ ഈ വിവാഹത്തിന്റെ കാര്യം തന്നെ അവൾ മറന്നോളൂ. കൂടപ്പിറപ്പായ അനൂപിന്റെ അപകടവും ആതിരയുടെ സർജറിയൊക്കെയായി പകുതി മരിച്ച അവസ്ഥയിലുള്ള അർച്ചനെ സച്ചിയുടെ മിസ്സിങ്ങിലൂടെ മുഴുവനായിട്ട് കൊല്ലാൻ പോവാ നമ്മള്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി. മകനെ കാണാനില്ല എന്ന സെന്റിമെന്റ്സിൽ സേതുമാധവനും അനിയനോടുള്ള സെന്റിമെന്റ്സിൽ നന്ദനും ഈ വിവാഹം തൽക്കാലം വേണ്ട എന്നൊരു തീരുമാനത്തിലെത്താം. അങ്ങനെ സംഭവിക്കാതിരുന്നാൽ മാത്രം മതി. സച്ചി കൂടി ഇല്ലാത്ത അവസ്ഥയിൽ ചിലപ്പോ വിവാഹം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ രണ്ടും ചെയ്തതെല്ലാം വേസ്റ്റ്. ജോത്സ്യം പറഞ്ഞതല്ലാതെ മറ്റൊരു വലിയ കാരണം കണ്ടുപിടിക്കണം. ഈ പ്രതിസന്ധിയിലും ഈ വിവാഹം നടത്തൂ എന്ന് തീരുമാനിക്കുന്ന എന്തെങ്കിലും ഒരു വലിയ കാരണം. സന്ദീപേ, നീ എവിടെയാ? ഹോസ്പിറ്റലിലാണോ? അതെ എടുത്തി, ഹോസ്പിറ്റലാ. സച്ചിൻ ഇവിടെ വന്നായിരുന്നോ? ഇല്ല. അവിടെ വന്ന നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വരാന്നാ എന്നോട് പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞതാ ഏട്ടത്തി. എഴുതി വെക്കേ, ഞാൻ സച്ചിനോട് ഒന്നുകൂടി വിളിച്ചു പറയാം. ഞാൻ വരുന്നില്ലെന്നും എന്നെ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു. ഹലോ, ആരാവിടെ? എന്നൊന്ന് അഴിച്ചുവിട്, അഴിച്ചുവിട്. മര്യാദക്ക് എന്നെ അഴിച്ചുവിടാനാ പറഞ്ഞേ. എന്നെ അഴിച്ചുവിടാൻ, അഴിച്ചുവിട്. നല്ല ബഹളമാണല്ലോ അവൻ. അഴിച്ചുവിടാൻ. അവൻ അവിടെ കിടന്ന് ബഹളം വെക്കട്ടെ. ആരാ? ആരും മൈൻഡ് ചെയ്യാൻ പോണ്ട. ആരുമില്ല അവിടെ. എന്നെ ഒന്ന് അഴിച്ചുവിടാൻ.
നിങ്ങള്? എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നത്? നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ഇവൻ എന്തൊരു അലർച്ചയാ. അവൻ അലർട്ടെ, അഴിച്ചുവിട്. തൊണ്ട പൊട്ടുന്ന രീതിയിൽ അലർട്ടെ. അഴിച്ചുവിടാൻ. എത്ര അലറി വിളിച്ചാലും ആരുമില്ല ഇവിടെ. ഈ പരിസരം വിട്ട് അവന്റെ ശബ്ദം പുറത്തു പോവില്ല. നിലവിളിച്ച് തളരുമ്പോ അഴിച്ചുവിട്. അവനായിട്ട് തന്നെ നിർത്തിക്കൊള്ളും. ആരുമില്ലേ? ഹലോ. എവിടെയെന്നറിയില്ല, ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ അവനിത് എവിടെ പോയി? നിന്നോടൊന്നും പറഞ്ഞില്ലേ അവൻ? വേഗം എത്തുമെന്ന് മാത്രം അവസാനമായിട്ട് പറഞ്ഞത്. അപ്പൊ തന്നെ കോള് കട്ടായി. പിന്നെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്നല്ലാതെ മറ്റൊന്നും അറിയില്ല. അവൻ മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചതാവും. നാളെ നേരം വെളുത്താൽ അവന്റെ പെങ്ങളുടെ വിവാഹം. അവന് താല്പര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയല്ലേ എതിർപ്പ് കാണിക്കാൻ പറ്റൂ? ഞാനും നന്ദനും മാറി മാറി പറഞ്ഞതാ ഇന്ന് ഓഫീസിലേക്ക് പോകണ്ടെന്ന്. ഇന്നും നാളെയും അവിടുന്ന് കിട്ടുന്ന ലാഭം എനിക്ക് വേണ്ട. അങ്ങനെ പണത്തിനോട് ആർത്തിയുള്ളവരല്ല ഞാനും ഇവിടെയുള്ളവരും. സ്വന്തം പെങ്ങളുടെ വിവാഹത്തെക്കാൾ അവന് വലുത് ഓഫീസാ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. കളിച്ച് കളിച്ച് മറ്റുള്ളവരുടെ സമാധാനം കളയുന്ന രീതിയിലേക്കായി കാര്യങ്ങൾ. നന്ദ, ഓഫീസിലെ ആരെങ്കിലും വിളിച്ച് അന്വേഷിച്ചോ? ഞാൻ വിളിച്ചപ്പോ ഓഫീസിൽ നിന്ന് അവൻ വൈകിട്ട് ഇറങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞു. നൈറ്റ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോ ഓഫീസിലേക്ക് തന്നെ തിരിച്ചു പോയതാണെങ്കിലോ? ഒന്നുകൂടി വിളിക്ക്. ആ, ഞാൻ വിളിച്ചു നോക്കാം അച്ഛൻ. ഹലോ, സച്ചി അവിടെ ഉണ്ടോ? എപ്പോ? ഏയ്, ഒന്നുമില്ല. അവൻ വരികയാണെങ്കിൽ അത്യാവശ്യം ഒന്ന് വിളിക്കാൻ പറയണം. ശരിയെന്നാ. അവനവിടെ ചെന്നിട്ടില്ലെന്ന്. ഞാൻ വിളിച്ചപ്പോ കാറിലായിരുന്നു. സന്ദീപിനെയും കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. മറ്റെവിടേക്കെങ്കിലും പോയാലും എന്നോട് പറയാതെ സച്ചേട്ടൻ പോവില്ല. എനിക്ക് ഉറപ്പാത്. ഇതങ്ങനെയൊന്നും അല്ല. സച്ചേട്ടൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ വിളിക്കാതിരിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.